മലയാളത്തിൽ സംഗീത സംവിധായകൻ ശ്യാമിന് ശേഷം ആക്ഷൻ ത്രില്ലർ സിനിമകൾക്ക് വേണ്ടി പശ്ചാത്തലം ഒരുക്കുന്നതിൽ അഗ്രഗണ്യനായിരുന്നു രാജാമണി. മനോഹരമായ അധ്യായത്തിലൂടെ നമുക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാം. കന്യാകുമാരി ഭൂതപ്പാണ്ടി സ്വദേശിയാണെങ്കിലും കോഴിക്കോട് മാവൂർ റോഡിലെ അശോക ആശുപത്രിക്ക് സമീപമുള്ള അമ്മയുടെ തറവാട്ട് വീട്ടിലായിരുന്നു രാജാമണിയുടെ കുട്ടിക്കാലം. അച്ഛൻ മലയാളത്തിലെ ആദ്യകാല സംഗീതജ്ഞനായിരുന്ന BA ചിദംബരനാഥ്. അമ്മ തുളസി കോഴിക്കോട് ആകാശവാണിയിലെ ജീവനക്കാരിയായിരുന്നു. ചിദംബരനാഥ് തുളസി ദമ്പതികളുടെ 6 മക്കളിൽ മൂത്ത മകനായ രാജാമണി ചെറുപ്പകാലത്ത് തന്നെ മുത്തച്ഛനിൽ നിന്നും അച്ഛനിൽ നിന്നുമൊക്കെ കർണാടക സംഗീതം, വയലിനും വായ്പാട്ടുമൊക്കെ അഭ്യസിച്ചിരുന്നു. കൂടെ നിരവധി സംഗീത ഉപകരണങ്ങളും പഠിച്ചെടുത്തു. പിന്നീട് 13-ാം വയസ്സിൽ ചെന്നൈയിലേക്ക് താമസം മാറ്റിയ രാജാമണി അച്ഛന്റെ സംഗീത സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിനിമയിലെ ഗാനങ്ങൾക്ക് കൊങ്കേ ഡ്രം വായിച്ചുകൊണ്ട് സിനിമയിൽ തുടക്കമിടുമ്പോൾ പഠിച്ചിരുന്നത് 7-ാം ക്ലാസ്സിലായിരുന്നു. സിനിമയിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചെങ്കിലും സാമ്പത്തിക സ്ഥിരത പരിഗണിച്ചുകൊണ്ട് ചെന്നൈ ഹിന്ദുസ്ഥാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജി കോളേജിൽ മെക്കാനിക്കൽ കോഴ്സിന് ജോയിൻ ചെയ്ത് പഠിക്കുവാൻ തുടങ്ങി. ഇതിനോടൊപ്പം തന്നെ ചെന്നൈയിലുള്ള ചില ഗാനമേള സുഹൃത്തുക്കളിൽ നിന്ന് ഗിറ്റാറും കീബോർഡും സ്വായത്തമാക്കുകയും വെസ്റ്റേൺ മ്യൂസിക്കും ഹിന്ദുസ്ഥാനി സംഗീതത്തിലുമൊക്കെ അറിവ് നേടുകയും ചെയ്തു. അച്ഛന് കർണാടക സംഗീതമായിരുന്നു താല്പര്യം എന്നതുകൊണ്ട് രഹസ്യമായിട്ടാണ് മറ്റ് സംഗീത മേഖലകൾ അദ്ദേഹം പഠിച്ചെടുത്തത്. ഒരിക്കലൊരു സംഗീത പരിപാടിയിൽ അച്ഛൻ മുഖ്യാതിഥി ആയിരുന്നിടത്ത് രാജാമണിക്ക് ഗിറ്റാർ പെർഫോമൻസ് ചെയ്യേണ്ടി വന്നു. പിറ്റേന്ന് തന്നെ മകന്റെ താല്പര്യാർത്ഥം ചിദംബരനാഥ് ദേവരാജൻ മാസ്റ്ററുടെ അടുത്തേക്ക് രാജാമണി അയക്കുകയും 1975 ദേവരാജൻ മാസ്റ്ററിന്റെ ഇതാ ഇവിടെ വരെ എന്ന സിനിമയിൽ ഗിറ്റാറിസ്റ്റായിട്ട് വീണ്ടും സിനിമയിൽ തുടക്കമിടുകയും ചെയ്തു. തുടർന്ന് ഗൾഫിലെത്തിയ രാജാമണി കുറച്ചുനാൾ ജോലി ചെയ്തു. അതിനിടയിലും ഗൾഫിലും ഒരു സംഗീത ട്രൂപ്പ് ലീഡ് ചെയ്തിരുന്നു. മസ്കറ്റിലെ ജോലി അധികം താമസിക്കാതെ ഉപേക്ഷിച്ച രാജാമണി നാട്ടിൽ തിരിച്ചെത്തി പല പ്രശസ്ത സംഗീത സംവിധായകർക്കൊപ്പവും സഹകരിച്ചു. ദേവരാജൻ മാസ്റ്റർക്ക് പിന്നാലെ അർജുനൻ മാസ്റ്റർ, ദക്ഷിണാമൂർത്തി സ്വാമികൾ, സലീൽ ചൗധരി, OP നയിനാർ തുടങ്ങിയ 70ഓളം സംഗീത സംവിധായകർക്കൊപ്പം മലയാളം, കന്നഡ, തമിഴ്, തെലുങ്ക് തുടങ്ങിയ പല ഭാഷകളിലും ഗിറ്റാറിസ്റ്റും വൈബ്രോഫോൺ പ്ലെയറും ഒക്കെ ആയിരുന്നു രാജാമണി. ഒരിക്കൽ P. ജയചന്ദ്രന്റെയും ലതികയുടെയും ഒരു ഗാനമേളയ്ക്കിടെ സംഗീത സംവിധായകനായ ജോൺസൺ മാസ്റ്ററെ കണ്ടുമുട്ടിയതാണ് രാജാമണിയുടെ ജീവിതത്തിൽ വഴിത്തിരിവായതും ചിരകാല സ്വപ്നമായിരുന്ന മ്യൂസിക് കണ്ടക്ടിംഗ് പാതയിലേക്ക് വഴി തുറക്കുന്നത്. വിവിധ സംഗീത ഉപകരണങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന രാജാമണിയുടെ കഴിവ് തിരിച്ചറിഞ്ഞ ജോൺസൺ മാസ്റ്ററിൽ നിന്നും ഓർക്കസ്ട്രേഷനും മ്യൂസിക് കണ്ടക്ടിങ്ങും ഒക്കെ പെട്ടെന്ന് തന്നെ രാജാമണി പഠിച്ചെടുത്തു. പിന്നീട് ജോൺസൺ മാസ്റ്ററുടെ കണ്ടക്ടറായി പ്രവർത്തിച്ചു പോകുന്ന രാജാമണിയെ ആദ്യമായിട്ട് സ്വതന്ത്ര സംഗീത സംവിധായകൻ ആവുവാൻ നിർബന്ധിച്ചതും ജോൺസൺ മാസ്റ്റർ തന്നെയായിരുന്നു. സ്വതന്ത്ര സംഗീത സംവിധായകനാകാനായി രാജാമണി തുടക്കമിടുന്നത് തമിഴിലാണ്. രാജാമണിയുടെ തുടക്ക സിനിമകളായ ഗ്രാമത്തിൻ കിളികൾ, കല്ലൂരിക്കനവ് എന്നിവയിൽ 1982 ജോൺസൺ മാസ്റ്ററാണ് രാജാമണിയെ അസിസ്റ്റ് ചെയ്യുന്നത് എന്നതും കൗതുകകരമായ കാര്യമാണ്. രാജാമണിയുടെ ആ സിനിമയിലെ പാട്ടുകൾക്ക് ജോൺസൺ മാസ്റ്ററാണ് ഓർക്കസ്ട്രേഷനും ഹാർമോണൈസേഷനും ചെയ്തത്. 1985 നുള്ളി നോവിക്കാതെ എന്ന ചിത്രത്തില് ഈറൻ മേഘങ്ങൾ എന്ന ഗാനത്തിനും സംഗീതം നൽകി മലയാള സംഗീത ലോകത്തെത്തിയ രാജാമണി പിന്നീട് നിരവധി മലയാള ചിത്രങ്ങൾക്ക് സംഗീതം നൽകിയെങ്കിലും പശ്ചാത്തല സംഗീത രംഗത്താണ് കൂടുതലും സജീവമായത്. താളവട്ടം എന്ന ചിത്രത്തിലെ കൂട്ടിൽ നിന്നും വീട്ടിൽ വന്ന, പടനായകനിലെ കുളിരോളം നെഞ്ചിൽ, സ്വാഗതം എന്ന ചിത്രത്തിലെ മഞ്ഞിൻ ചിറകുള്ള വെള്ളരിപ്രാവേ തുടങ്ങി നിരവധി ഹിറ്റ് ഗാനങ്ങൾ രാജാമണിയുടേതായി തീർന്നെങ്കിലും ഗാനങ്ങൾക്ക് സംഗീതം നിർവഹിക്കുന്നതിനേക്കാൾ സിനിമകളിൽ പശ്ചാത്തല സംഗീതം നിർവഹിക്കുന്നതിനാണ് രാജാമണിയെ പലരും ഉപയോഗപ്പെടുത്തിയത്. 800-നടുത്ത സിനിമകൾക്ക് 10 ഭാഷകളിലായി പശ്ചാത്തല സംഗീതം നടത്തി നിരവധി അവാർഡുകളും ആ മേഖലയിൽ അദ്ദേഹം കരസ്ഥമാക്കി. നിരവധി ഭാഷകളിൽ പശ്ചാത്തല സംഗീതം ഒരുക്കുന്നത് കൊണ്ട് തന്നെ തിരക്കിലേർപ്പെട്ട രാജാമണിക്ക് ഗാനങ്ങൾക്ക് സംഗീതം ഒരുക്കുക എന്നതിൽ സമയം ലഭ്യമായിരുന്നില്ല. എങ്കിലും 11 ഭാഷകളിലായിട്ട് 150ഓളം ചിത്രങ്ങൾക്ക് അദ്ദേഹം സംഗീതം നൽകിയിരുന്നു. അങ്ങനെ ഒരിക്കല് പാലക്കാട് നിന്നും എക്കണോമിക് ബിരുദവുമായി ചെന്നൈയിലെ ഒരു ഗാർമെന്റ് ഫാക്ടറിയിലെ മാനേജ്മെന്റ് ട്രെയിനറായി ജോലി ചെയ്തിരുന്ന സംവിധായകൻ ലാൽ ജോസിന്റെ ചെന്നൈയിലെ തുടക്കകാലത്ത് സഹായകമായത് രാജാമണി ആയിരുന്നു. അസിസ്റ്റന്റ് സംവിധായകരും ക്യാമറ സംഘവുമൊക്കെ താമസിച്ചിരുന്ന ലോഡ്ജിൽ ഒപ്പം താമസിച്ചിരുന്ന ലാൽ ജോസിനെ ബേബി എന്നുള്ള ക്യാമറമാനാണ് രാജാമണിക്ക് പരിചയപ്പെടുത്തുന്നത്. പാട്ടുപാടുമെന്ന് പറഞ്ഞതിനാൽ രാജാമണിയുടെ റെക്കോർഡിംഗ് സെക്ഷനുകളിലെ കോറസ് ഗ്രൂപ്പിലെ ഒരു ഗായകനായിട്ടാണ് സിനിമയിൽ ലാൽ ജോസിന്റെ തുടക്കം. രാജാമണി തന്നെയാണ് കമലിനോട് പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ ലാൽ ജോസിന്റെ കാര്യം പറയുന്നത്. പിന്നീട് പ്രശസ്തനായ സംഗീത സംവിധായകനായപ്പോൾ ലാൽ ജോസ് എൽസമ എന്ന ആൺകുട്ടിയിലെ പാട്ടുകൾക്ക് സംഗീതം ഒരുക്കുവാൻ രാജാമണിയെ സമീപിച്ചിരുന്നു. ചിത്രത്തിലെ ഹിറ്റായ പാട്ടുകളാണ് ലാൽ ജോസിന്റെ ആ കടപ്പാടിന് സമ്മാനമായി രാജാമണി തിരികെ കൊടുത്തത്. നിരവധി പേർക്ക് സഹായം ചെയ്തിരുന്ന രാജാമണിയുടെ മറ്റൊരു ശിഷ്യനാണ് പിന്നീട് ഇന്ത്യയൊട്ടാകെ പ്രശസ്തനായ കീരവാണി എന്ന മരകതമണി.
ചെന്നൈയിലെ തുടക്കകാലത്ത് കഷ്ടപ്പെട്ടിരുന്ന കീരവാണിയെ തന്റെ ഒപ്പം കൂട്ടുകയായിരുന്നു രാജാമണി. പിന്നീട് പല ഭാഷകളിലും സംഗീതം നിർവഹിക്കുകയും ബാഹുബലിയുടെയും ഹിന്ദി സിനിമകളിലൂടെയും ഒക്കെ വളരെ തിരക്കും പ്രശസ്തിയും ആർജിച്ച സംഗീത സംവിധായകനായ കീരവാണി എന്ന ശിഷ്യനും പിന്നീട് സ്ഥിരമായി അസിസ്റ്റന്റും കണ്ടക്ടും ചെയ്തിരുന്നതും രാജാമണി തന്നെയായിരുന്നു എന്നതും കൗതുകകരമായ കാര്യം തന്നെയാണ്. 1997 ആറാം തമ്പുരാൻ എന്ന ചിത്രത്തിന് പശ്ചാത്തല സംഗീതത്തിന് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. ഇൻ ദ നെയിം ഓഫ് ബുദ്ധ എന്ന ഇംഗ്ലീഷ് ചലച്ചിത്രത്തിന്റെ പശ്ചാത്തല സംഗീതത്തിന് 3 രാജ്യാന്തര പുരസ്കാരങ്ങളും അദ്ദേഹം നേടിയിട്ടുണ്ട്. സംവിധായകൻ ഷാജി കൈലാസിന്റെ മിക്ക ചിത്രങ്ങൾക്കും പശ്ചാത്തല സംഗീതം നിർവഹിച്ചത് രാജാമണി തന്നെയാണ്. മലയാളത്തിൽ ഷിബു ചക്രവർത്തിക്കൊത്ത് നിരവധി പാട്ടുകൾക്ക് അദ്ദേഹം സംഗീതമൊരുക്കി. കൂടാതെ രാജാമണി എന്ന സംഗീത സംവിധായകൻ വില്ലന്റെ വേഷത്തില് വെള്ളിത്തിരയിലും എത്തി. രഞ്ജിത്തിന്റെ ഗുൽമോഹർ എന്ന സിനിമയില് ചാക്കോ മുതലാളി എന്ന കഥാപാത്രമായി രാജാമണി അഭിനയത്തിലും കൈവച്ചു. 2012 പുറത്തിറങ്ങിയ ഹൈഡ് ആൻഡ് സീക്കിലെ ഗാനങ്ങൾക്കാണ് രാജാമണി അവസാനമായി സംഗീതം ഒരുക്കിയത്. 2015 പുറത്തിറങ്ങിയ ലോഹം എന്ന ചിത്രത്തിന് പശ്ചാത്തല സംഗീതം ഒരുക്കിക്കൊണ്ട് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇനിയും നിലയ്ക്കാത്ത ഒരുപിടി ഇഷ്ടഗാനങ്ങൾക്ക് സംഗീതം ഒരുക്കിയ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമം.